ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് 48 മണിക്കൂറിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിലാണ്. വയനാടിന്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ ബാണാസുര മലനിരകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് തീവ്ര മഴ ലഭിച്ചത്. ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലും പാടശേഖരങ്ങളിലും വെള്ളം കയറി. കൽപ്പറ്റ കോട്ടത്തറ റോഡിൽ കരിങ്കുറ്റി ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഈ പ്രദേശത്തെ കൃഷിയിടങ്ങളിലും വെള്ളം കയറി. ആ ബ്ലോക്കാണ് തിരിച്ചു പോകുന്നത്. ഞങ്ങൾ നേരത്തെ ഈ റോഡ് വെള്ളം കയറി കിടക്കാണ്. മൊത്തം വെള്ളം. അവിടെ പുഴ ഉണ്ടല്ലോ, ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് സൈക്കിൾ പോവില്ല. വഴി ബ്ലോക്കാ. മൊത്തം വെള്ളം കയറിയിട്ട് പല സ്ഥലങ്ങളിലും സൈക്കിൾ ഓടിക്കാൻ പറ്റാത്ത രീതിയിലാണ്. സൈക്കിൾ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ ചോലപ്പുറത്ത് പിണങ്ങോടേക്കും കാവുമന്നത്തേക്കും പോകുന്ന റോഡുകളിലും വെള്ളം കയറി. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള തോണി ഇറക്കിയാണ് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിയത്. വെങ്ങപ്പള്ളി പഞ്ചായത്തിലാണ്. പഞ്ചായത്തിന്റെ തോണിയാണ്. ഇതിപ്പോ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താനാണോ? അതെ അതെ, ആദിവാസി ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടഞ്ഞുകിടന്നു. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.